അപ്പൊ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളിപ്പോ എല്ലാരും കൂടി പോകുന്നത് എങ്ങോട്ടാണ്? സ്റ്റോമിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഫണ്ണായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പോവാം. ഞാനിപ്പോ പ്ലാൻ ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിമാണ്. ഓക്കെ, നിങ്ങളോടും കൂടിയാണ് പറയുന്നത്. നമ്മളൊരു ഫ്രണ്ട്സ് ചലഞ്ച് ഗെയിമാണ്. ഫ്രണ്ട് ചലഞ്ച് ഗെയിമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മള് എല്ലാരും ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ഐഷു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അടുത്തത് നമ്മുടെ സുമിമോൾ. And here we have Adira Devraj and this is Sharon Shafiq. Okay guys, അപ്പൊ നമ്മുടെ ഗെയിം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഈ എല്ലാത്തിലും കാണുന്ന പോലെ നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും അടിപൊളി അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഫണ്ണി ക്വസ്റ്റ്യൻസ് ഒരു ചലഞ്ച് ഗെയിമാണ്. അപ്പോൾ ഒരാൾ ക്വസ്റ്റ്യൻ വായിക്കും. നമ്മൾ അതിലിപ്പോൾ എനിക്ക് പറ്റിയതാണെങ്കിൽ റസ്മിന എന്ന് പറയാം, ഐഷു ആണെങ്കിൽ ഐഷു എന്ന് പറയാം. അത് പറയാം വിത്ത് എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാര്യങ്ങൾ. എങ്ങനെ? അപ്പൊ ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ റെഡിയാവുക. നമ്മള് ഗെയിമിലേക്ക് പോകണം. അപ്പൊ നമ്മുടെ ചോദ്യങ്ങൾ ഇന്ന് വായിക്കുന്നത് ആതിരയാണ്. ആദ്യം നമുക്ക് ചോദ്യങ്ങളൊന്ന് കേൾക്കാം. ആതിര, കമോൺ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, നമ്മൾ ഈ ഒരു ട്രിപ്പ് പോകുന്നത് തന്നെ എന്താ പറയുന്നത്, പോസ്റ്റ് തരുന്ന വ്യക്തി ആരാണ്? അതിന്റെ ട്രിപ്പ് ഷെറിനാണ്. എന്താ വെച്ചാൽ ഞാൻ വർഷങ്ങളായിട്ട് ഒരു 10-20ഓളം വർഷങ്ങളായിട്ട് നട്ടുവെച്ച് വളർത്തുന്ന ഒരു പോസ്റ്റാണ് ഞങ്ങളുടെ തന്നെയാണ്. ഇതാണ്. അപ്പൊ നമ്മുടെ കൂട്ടത്തിലെ ഭാവിയില് പുറത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. പക്ഷേ പോസ്റ്റ് ആയിട്ടാണ്. അതായത് 2 കൊല്ലം മുന്നേ പോകേണ്ട ആളാണ്. പക്ഷെ അവളെ നമുക്ക് പോസ്റ്റ് കൊടുക്കണോണ്ട് ഇതുവരെ പറ്റില്ല. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് പോസ്റ്റ് മക്കളെ 10 മിനിറ്റോ 5 മിനിറ്റോ അരമണിക്കൂർ ഒന്നല്ല, 1 മണിക്കൂർ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെയാണ്. ഇന്ന് 8 മണിക്ക് ഞങ്ങൾ ഇവരുടെ വീടിന്റെ ഫ്രണ്ടിലെത്തി. ഇറങ്ങി എത്ര മണിക്കാണെന്ന് അറിയോ? 9 മണിക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 10 മണിക്ക് അവിടെ എത്തണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ മനസ്സിലായി നമ്മുടെ കൂട്ടത്തിലെ പോസ്റ്റ് ഷെയർ. അതിൽ അടുത്ത ക്വസ്റ്റ്യൻ, ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് ആരായിരിക്കും? ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത്, പ്ലാൻ ചെയ്തിട്ട് എഫേർട്ട് ഇടുന്നത് ആരായിരിക്കും? അങ്ങനെ ചോദിച്ചാല് ഞാന് ആതിര, സുമി അല്ലേ? അയ്യോ, ആതിര എവിടെ പോകാൻ വിളിച്ചാലും കൂടി അല്ല, അവള് പക്ഷെ ഞാനവിടെ തുടങ്ങുന്നത് ചിലപ്പോ അങ്ങനെയല്ല. ആതിര എടി നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ പറയും. അതാണ് ആതിര. പക്ഷെ ഇന്ന സ്ഥലത്ത് പോയാലോ അങ്ങനെ അതില്ല. അതൊക്കെ പറയും, പക്ഷെ ആരും മൈൻഡ് ചെയ്യാറില്ല. അതാണ് സത്യം. സുമി ഇതേപോലെ നമുക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന ദിവസം പോയാലോ എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ വല്ലപ്പോഴൊക്കെ നടക്കാറുള്ളൂ അല്ലേ? ഞാനും ഇതേപോലെ നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിരിക്കും, പെട്ടെന്നായിരിക്കും ഗൈസ് നമുക്ക് പോയാലോ, പോവാ. അങ്ങനെയാണ് നമ്മൾ പല ട്രിപ്പും പോയിട്ടുള്ളത് അല്ലെ? മൂന്നാറ്, ഇപ്പൊ ഈ കഴിഞ്ഞ ഇതിനാണെങ്കിലും ഇപ്പൊ പോകുന്നതാണെങ്കിലൊക്കെ എല്ലാം അൺഎക്സ്പെക്ടഡ് ആണ്. യെസ് അതിന് ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിമിഷം ആരായിരിക്കും ട്രിപ്പിൽ നിന്ന് വലിയുന്നത്? വലിയുന്ന ആരെങ്കിലും പറയണമെങ്കിൽ അത് ഐഷു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്നത്തെ ട്രിപ്പിൽ തന്നെ ഐഷു വലിയാനുള്ള ഒരു പ്ലാനിലായിരുന്നു. പക്ഷെ നമ്മളെല്ലാരും കൂടി അതായത് 8 കാലിയുടെ മുഖം കാണിക്കേ. ഓക്കെ ഗൈസ്, അപ്പൊ ഐഷു ചെറുതായിട്ട് ഐഷു. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ബെറ്റർ ഫുഡി. ഇത് നമ്മുടെ സെലിബ്രിറ്റി ആയ നമ്മുടെ റസ്മിൻ ബായി ആണ് ബെറ്റർ ഫുഡി. അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും ഓടി നടന്ന് ഫുഡ് കഴിക്കണ ഒരാള് റസ്മിൻ ആയിരിക്കും. എന്നിട്ട് വയ്യാണ്ടൊക്കെ വരാറുണ്ട്. അങ്ങനെ എനിക്ക് അങ്ങനെ വയ്യാണ്ട് വന്നിട്ട് നിനക്കാണ് എപ്പോഴും ലൂസ് മോഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആതിര, ഫ്രണ്ട്സിൽ ആരാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് ചെലവാക്കുന്നത്? മീൻസ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പുറത്ത് പോകുമ്പോഴും എടുക്കുമ്പോഴും അങ്ങനെ ആരായിരിക്കും? പറ. ആരുമല്ല, ഗൂഗിൾ പേയിൽ സ്പ്ലിറ്റ് ഉണ്ട്, എല്ലാരും പൈസ അങ്ങനെയല്ല ചോദിച്ചത്. എന്നാലും അങ്ങനത്തെ ഒരു ഇതില് ഉള്ളപ്പോ ആരാണ് ഇങ്ങനെ ചെലവാക്കുന്നത്? ആൻസർ ആരെങ്കിലും പറ. റസ്മിൻ ബായ്.
റസ്മിൻ ബായി ആണ്. എന്താ വെച്ചാ ഫണ്ട് ലൈക്ക് കയ്യില് ഒരു 100 രൂപ ഉണ്ടെങ്കിലും ആ 100 രൂപക്ക് എന്റെ 100 രൂപ ഉണ്ട്, നമുക്ക് പോയി ചായ കുടിച്ചിട്ട് വരാന്ന് പറയുന്ന ആള് റസ്മിൻ ബായി. പ്രൗഡ് ഓഫ് യു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ. ബെറ്റർ ഡ്രൈവർ ആരുടെയാണ്? റസ്മിൻ ആൻഡ് സുമി. ഞാൻ രണ്ടുപേരും ചൂസ് ചെയ്യുന്നു, സുമി ആൻഡ് റസ്മിൻ. പിന്നെ നൂഡിൽസ് മണ്ടേ ഉണ്ട്. ആതിരയുടെ വണ്ടി കേട്ടില്ല, 699 രൂപ ഉടുപ്പിട്ട് വന്നേക്കാണ്. പുതിയ ഉടുപ്പാണ് ആതിരയുടെ 699 രൂപ. അത് സ്റ്റുഡിയോല്ലേ? അത് സ്റ്റുഡിയോ തള്ളിയതാണ്. ഈ ആഗസ്റ്റ് 31 വരെ സെയിലിടുന്ന സമയത്ത് 699 രൂപ ഉടുപ്പുണ്ടായിരുന്നത് ഞാൻ ഇപ്പഴാ അറിയുന്നത്. അടുത്തത് ആതിര ചോദിക്കണ കുട്ട. കൂട്ടത്തിൽ ആരായിരിക്കും ഏറ്റവും കൂടുതൽ ഫണ്ണി ആയിട്ട് ടോക്ക് ചെയ്യണേ? ഫണ്ണി ടോക്ക്, അതായത് ഇതേപോലെ ഫണ്ണൊപ്പിക്കുന്നത് സുമിയാണ്. പക്ഷേ അല്ല, ആദ്യ മണ്ടത്തരങ്ങളിലൂടെ ഫണ്ണൊപ്പിക്കുന്ന ആതിര. ഞാൻ നിനക്ക് വെക്കുന്നു. അടുത്തത് പക്ഷെ കൈവേദനിക്കണ്ട. സൈലന്റ് കില്ലർ. പക്ഷെ ആ സൈലന്റിൽ ഉറങ്ങി കിടക്കുന്ന ഒരു കാളി ചില സമയത്ത് എഴുന്നേറ്റ വിഷയമാണ്. ഐശ്വര്യ എല്ലാവരും കേൾക്കേണ്ടതാണ്. കൂട്ടത്തിൽ ആരാണ് കോഴി? കോഴി ആരും പറയില്ല, എല്ലാരും ആണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. റസ്മിൻ ഒഴിച്ച്. നിങ്ങളെ പോലെ കോഴിയല്ല, എല്ലാരും കോഴിയാണ്. എല്ലാരും കോഴിയാണ്. ഞാൻ ഒഴിച്ചു. എല്ലാരും പോലീസ് വണ്ടി കയറിയിരിക്കണ പോലീസ് ജീപ്പ് അങ്ങനെ കയറ്റി വെച്ചിരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആതിര. അതിലെ MP വരുന്നുണ്ട് അവിടെ കാർഷിക മേളക്ക്. അപ്പൊ വരുമ്പോ തന്നെ കാണാൻ വേണ്ടി പോലീസ് വണ്ടി പോസ്റ്റ് കയറ്റി വെച്ചേക്കണേ. അതായത് നമ്മള് ഒരുമിച്ച് ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ ആരായിരിക്കും കിടന്നുറങ്ങാറുള്ളത്? അങ്ങനെ ആരും അല്ല, ഉറക്കാൻ സമ്മതിക്കാറില്ല. ശരി, നമ്മള് ട്രിപ്പ് ഒക്കെ പോകുമ്പോ അങ്ങനെ ഉറക്കില്ല. ഭയങ്കര ലോങ് ട്രാവലൊക്കെ ആണ് ഇത് ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ ഒരു അടിപൊളി എന്താ പാർട്ടി വൈബ് അങ്ങനത്തെ ആ ഒരു ഇതുള്ളത് കറക്റ്റ് ആയിട്ട് ആരായിരിക്കും? ഇവിടെ ഞാനത് പറയാൻ വേണ്ടി നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ ആദ്യമായിട്ട് പബ്ബിൽ കൊണ്ടത് സുമിയാണ്. സുമിയാണ് കുറച്ചൊരു ചിൽ ആ സാധനം വൈബ് ഉള്ളത്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താ പറയുന്നത്? ഷെറിനെന്താ കാണാതെ? ഷെറിന് പറ്റൊന്നുമില്ല. ആ വന്ന പോസ്റ്റ് ഒന്നുമില്ല. നമ്മുടെ കൂട്ടത്തിൽ അടുത്ത ക്വസ്റ്റ്യൻ, മേക്കപ്പ് ലവർ ആരായിരിക്കും? ശരിക്കും 24 മണിക്കൂർ പോക്കറ്റിൽ ലിപ്സ്റ്റിക് കൊണ്ട് നടക്കുന്ന ആരാ? അത് നിങ്ങൾ മൂന്നുപേരും, ഈവൻ ഐഷു ഉൾപ്പെടെ അത് നിങ്ങൾ എല്ലാവരും. മേക്കപ്പ് നിങ്ങള് ലിപ്സ്റ്റിക് ഈ ലിപ്സ്റ്റിക് ഇടാണ്ട് ഒരാള് പോലും പുറത്തിറങ്ങണ ഞാൻ കണ്ടിട്ടില്ല. കോൺഷ്യസ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ കോൺഷ്യസ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യ പ്രഭാകരൻ. അത് ഐശ്വര്യ. ഓക്കെ, നെക്സ്റ്റ്. ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള ആളാണ് ഐഷു. അങ്ങനല്ല, ഞാൻ മനസ്സിലാക്കി എടുത്ത് വെച്ചിട്ട് ഇപ്പൊ ഐഷു ഏത് പാതിരാത്രി ആണെങ്കിലും എവിടെയെങ്കിലും പോയി വന്നാ കുളിക്കണം, അങ്ങനെ ചെയ്യണം, മാറ്റി വെക്കണം, അത് ചെയ്യണം. എന്തിനാ ഞാൻ ഇടക്കിടക്ക് എന്റെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ എണീക്കണേനും 8 മണിക്ക് ഇവിടെ എണീച്ച് എന്റെ ഷഡ്ഡി വരെ ഇവിടെ അലിക്കത്തില്ല. അല്ല, പിന്നെ ഐഷു എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഐഷു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം ഞാൻ രാവിലെ ഉറക്കത്തിൽ നിന്നിട്ട് ആ വീട് നേരത്തെ ഉണ്ടായതുപോലെയല്ല, ഭയങ്കര അവളെന്നെ രാവിലെ എന്നിട്ട് എല്ലാം അടിച്ചു വാരി തുടച്ച് തുണികളൊക്കെ മടക്കി ഒതുക്കി വെച്ച് വേറൊരു വീട്ടിൽ പോയ ഫീൽ. അതുകൊണ്ട് എന്റെ വീട്ടുകാർക്കും എന്റെ അനിയനൊക്കെ ഐഷു വീട്ടിൽ പറഞ്ഞത് ഇഷ്ടം. പണികളൊക്കെ ചെയ്യും, നല്ല കുട്ടിയാ. ആ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അല്ല, ഐശ്വര്യ ആൻസർ എന്തെങ്കിലും അതെന്തെങ്കിലും റസ്മി പറഞ്ഞതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യല്ലോ. അപ്പൊ ഐശ്വര്യ അഭിപ്രായം ആതിര. ആയിക്കോട്ടെ. കൂടുതൽ ബെസ്റ്റ് തള്ളർ തള്ളിസ്റ്റ് ഓഫ് കോഴ്സ് സുമി. ഞാൻ എന്റെ തലേ വെച്ചിരിക്കുന്നു. ഇവരൊക്കെ അങ്ങനെ പറയണ എനിക്കറിയാൻ പാടില്ല സാറേ. എന്താണ് എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. അപ്പൊ
സുമിയാണ് ഗൈസ് ദ മോസ്റ്റ് തള്ളിസ്റ്റ് ഓഫ് ദി കൺട്രി. ഓക്കെ, അപ്പൊ കൂട്ടത്തിലെ നാവിഗേറ്റർ അതിനൊക്കെ നാവിഗേറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. അല്ല, അയ്യോ അതിനല്ല, അത് തീരെ അറിഞ്ഞൂടാ. കൂടുതലും നാവിഗേഷൻ നോക്കിക്കൊണ്ടിരിക്കണത് ഗൂഗിൾ ഗൂഗിൾ മാപ്പ് അല്ലാണ്ട് സ്ഥലം വഴി പറയില്ല. മാപ്പ് വഴി നോക്കി പറയാനല്ല, അത് നിങ്ങൾ ആരുമില്ല. പിന്നെ വഴി പിന്നെ എനിക്കാണ് അറിയാവുന്നത് സുമിക്കാണ്. എപ്പോഴും നമ്മുടെ കൂട്ടത്തില് മാപ്പ് നോക്കി ഇതാക്കുന്നത് ഐശ്വര്യായിരിക്കും. അല്ലാണ്ട് അല്ലാണ്ട് ഐശ്വര്യോട് ഇവിടെ നിന്ന് ആ ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് പോവാൻ ഒറ്റയ്ക്ക് പോവാത്ത ആളാണ്. 300 മീറ്ററുള്ള ബസ് സ്റ്റോപ്പിലേക്ക് 1 കിലോമീറ്റർ നടന്നു അതും 10 പ്രാവശ്യം പോയാലും ഐശ്വര്യ അറിയില്ല. ഓക്കെ, എല്ലാരും കാണിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആതിര. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നോ ട്രിപ്പ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആക്കുന്നത്? സുമി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. അല്ല, നമ്മൾ മറ്റേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ക്വസ്റ്റ്യൻസ് എന്ത് ഇത് നമ്മള് പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഗൈസ്. നമ്മള് ചാറ്റ് ചോദിച്ചത് കുറച്ച് ക്വസ്റ്റ്യൻസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ചാറ്റ് ജിപിടി ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ പല ബിസിനസ്സുകാരും ഇവിടെ ജീവിച്ചു പോകില്ലായിരുന്നു. എല്ലാ ആൾക്കാർക്കും ചാറ്റ് ജിപിടി വേണം. ഞാൻ മറ്റേ പ്രീമിയം എടുത്ത് ചാറ്റ് ജിപിയുടെ എന്നെ കുട്ടി മൊത്തം പഠിപ്പിച്ചു ട്രെയിൻ ചെയ്ത് വെക്കാം ഫുൾ. എന്നെ കുറ്റിയോ? എന്നെ പറ്റി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കണേ. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് എന്താ പറയണത് ചെയ്തു തരാൻ പറ്റത്തില്ലെങ്കിലും ഓക്കെ എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ഫ്രണ്ട്. എല്ലാവരും ഐശു ചാടിക്കാൻ ഉത്തരം പറഞ്ഞേക്കാട്ടെ എല്ലാവരും. അങ്ങനെ വെച്ച് കഴിഞ്ഞാ പക്ഷെ എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നം, നമ്മളിൽ ഒരാൾക്ക് ഒരു പ്രശ്നം വന്നാൽ ആദ്യം വിളിക്കുന്ന ഐശ്വര്യായിരിക്കും അല്ലെ? ഞാൻ ആദ്യം വിളിക്കുക ഐശ്വര്യ. അതായത് കുറച്ച് കാര്യബോധമായിട്ട് സീരിയസ് ആയിട്ട് പെരുമാറും. കാര്യമൊന്നുമില്ല, സീരിയസ് ആയിട്ട് പെരുമാറും. ഒരു സമാധാനം അല്ലേ? ഒരു സമാധാനം ഐശ്വര്യാണ്. അതെ, വെള്ളരി പ്രാവാണ്. വെള്ളരി പ്രാവാണ്. ചില സമയത്ത് അത് കറുത്ത പ്രാവാണ്. ഐശ്വര്യ ടെററായി കഴിഞ്ഞ മോളെ ഇന്ന് ഫോൺ വിളിച്ചിട്ടേ ഞാൻ പറഞ്ഞു നിങ്ങള് ഇറങ്ങിയില്ലേ? അപ്പൊ എന്നോട് ഇങ്ങനെ കലിപ്പില് ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരിക്കാനാണെങ്കിൽ 6 മണിക്കൂർ അതിനാലും ഇറങ്ങൂല കേട്ടോ. നമ്മൾ ഓക്കെ, അപ്പൊ അത് ഞാൻ ഫോൺ വെച്ചു. ടെററാണ്. അടുത്ത ആള്. അല്ല, അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ കൂട്ടത്തില് ഡാൻസ്, പാട്ട് അങ്ങനെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഡാൻസ് പിന്നെ എല്ലാരും കളിക്കും. വൈബ് ഉണ്ടാക്കുന്നത് നമ്മള് അല്ലേ? വൈബോസ്കികൾ ഞാനും റസ്മിനൊക്കെ ആയിരിക്കും. കൂട്ടത്തിലെ നല്ലൊരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ എന്താ പറയാ എല്ലാവർക്കും ഉച്ചക്കത്തല്ല ബിരിയാണി. ബിരിയാണിക്കുള്ള പണിയെടുത്തിട്ടുണ്ട് എല്ലാരും. ഇത്രയുള്ളൂ ക്വസ്റ്റ്യൻ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനം. നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ആഡ് ഓൺ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാള് ബിഗ് ബോസിലേക്ക് പോയത്. ആളിപ്പോ ഏറിയിറങ്ങി ഇവിടെ ഇരിക്കണ്ട്. അപ്പൊ ആളെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ആളെ നിങ്ങൾക്ക് മിസ് ചെയ്തോ? എന്താണ് ആള്? അല്ല, അത് ഇത് ഗെയിം വേറെയാണ്. ആണോ? അന്ന് വേണ്ട. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ഫൺ ഗെയിം, അതായത് ചലഞ്ച് ഫൺ ഗെയിം ഫ്രണ്ട്സ് ചാലഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയൂ ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വീണ്ടും നമ്മുടെ വീഡിയോസ് കാണുക. നല്ല നല്ല കമന്റ്സ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല കമന്റ്സ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഒരുപാട് നന്ദി. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. This is Rasim Bhai signing off. Bye.